നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM നേതാക്കൾ തമ്മിൽ പൊരിഞ്ഞാടി. CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ മുൻ മന്ത്രി KK ശൈലജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആരാണ് ടീച്ചർ അമ്മ എന്നാണ് ആദ്യ പിണറായി വിജയൻ സർക്കാരിൽ ശൈലജയ്ക്കൊപ്പം മന്ത്രിയായിരുന്ന G. സുധാകരൻ ചോദിച്ചിരിക്കുന്നത്. ഒരമ്മയ്ക്കും അങ്ങനെ ആരും പേരിട്ടിട്ടില്ല, മന്ത്രിയാകാത്തതിന് വേദനിക്കേണ്ടതില്ല എന്നാണ് G. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഇടയ്ക്കായിരുന്നു KK ശൈലജ ടീച്ചർ ഒരു പൊതുവേദിയിൽ സ്ത്രീകളും മന്ത്രിമാരാകണം എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ G. സുധാകരൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് M. പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരാണ് ഈ ടീച്ചർ അമ്മ? അങ്ങനെ ഒരു അമ്മ കേരളത്തിൽ ഇല്ലല്ലോ. ആരാണിത്? എനിക്ക് മനസ്സിലായില്ല. ഒരമ്മയ്ക്കും അങ്ങനെ പേരിട്ടിട്ടില്ല. അവരവരുടെ പേര് പറഞ്ഞാൽ മതി. പ്രത്യേക ആൾ മന്ത്രിയായില്ലെങ്കിൽ വേദനിക്കേണ്ട കാര്യമില്ല. മന്ത്രിയാവേണ്ട ആരെല്ലാം കേരളത്തിൽ ഇതുവരെ മന്ത്രിമാരായിട്ടുണ്ട്. കഴിവുള്ള എത്ര പേർ മന്ത്രിമാരാകാതെ ഇരുന്നിട്ടുണ്ട്. ഒരു മന്ത്രിയാകണമെങ്കിൽ കുറച്ചു കാലം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടണം. ഒരു MLA ഉള്ള പാർട്ടിയിൽ നിന്നൊക്കെ മന്ത്രിമാരുണ്ടാകാം. അതിനെ പറ്റിയല്ല പറയുന്നത്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പാർട്ടികളിൽ നിന്ന് മന്ത്രിമാരാകണമെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി കുറച്ചു കാലം പോരാടണം. ജനങ്ങളുടെ സ്നേഹം ആർജിക്കണം. അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം. സഹാനുഭൂതിയല്ല മന്ത്രിസ്ഥാനം. നല്ലതുപോലെ സംസാരിക്കുന്നതല്ല മന്ത്രിസ്ഥാനത്തിനുള്ള യോഗ്യത. പ്രസ്ഥാനത്തെ വളർത്തി അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് പ്രക്ഷോഭങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കണം എന്നാണ് G. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം CMRL എക്സ്ലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതരമായ പരാമർശവുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട്. CMRLനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാദ്യമായാണ് വിവാദത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പേര് നേരിട്ട് കടന്നു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. CMRLനെ പരോക്ഷമായി നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്ക് സർക്കാർ സ്ഥാപനമായ KSIDCയിൽ നേരിട്ടുള്ള നിയന്ത്രണമുണ്ട്. എക്സ്ലോജിക്കുമായി CMRLന് ഉണ്ടായിരുന്നത് തൽപര കക്ഷി ഇടപാടാണ്. ഇടപാടിനെ കുറിച്ച് വെളിപ്പെടുത്താത്തത് നിയമലംഘനമാണെന്നും ROC റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എക്സ്ലോജിക് CMRL ഇടപാടിൽ അടിമുടി ദുരൂഹതയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടപാട് വിവരം CMRL മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ROCയുടെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. ROC ചില വിവരങ്ങളും വിശദാംശങ്ങളും എക്സ്ലോജിക്കിനോടും CMRLനോടും തേടിയിരുന്നു. എന്നാൽ അന്ന് വിശദാംശങ്ങളൊന്നും നൽകാൻ എക്സ്ലോജിക്കിനും വീണ വിജയനും സാധിച്ചിരുന്നില്ല. ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ലെന്നും ഒളിച്ചുകളിച്ചെന്നും ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.